തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഭയങ്കര ബഹളം വെക്കുന്നു, കമന്റ് ബോക്സിൽ തെറി വിളിക്കുന്നു, ഭയങ്കര ആക്ഷേപമൊക്കെ ആയിട്ട് കമന്റ് ഇടുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേസമയം അവരോടൊക്കെ ടിപ്പു സുൽത്താൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ടിപ്പു സുൽത്താൻ അടിപൊളിയാണ്, സൂപ്പറാണ്, പോരാളിയാണെന്നുള്ള രീതിയിൽ രാജാവിനെ രാജഭക്തിയോടെ ആൾക്കാർ സംസാരിക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുത്ത് സംസാരിക്കണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ പേജ് കണ്ടോ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അതോടൊപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ തിരുവിതാംകൂർ റോയൽ ഫാമിലി ഉണ്ട്. അതിനകത്ത് ആദിത്യവർമ്മനാണെന്നുണ്ടെങ്കിൽ അവരുടെ അമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ വീഡിയോസ് പല ഓൺലൈൻ ചാനലിൽ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ മെയിൻ ചാനലൊക്കെ ഇൻ്റർവ്യൂസൊക്കെ വരാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ ആൾക്കാരോടും വളരെ സ്നേഹത്തോടെ മര്യാദയോടെയാണ് ഇവർ എല്ലാ സ്ഥലത്തും സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ വലിയ റോയൽ ഫാമിലി മെമ്പർ ആണെന്നുള്ള രീതിയിൽ ധാർഷ്ട്യമൊന്നും എവിടെ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ ഒരു കമൻറ്റ് ബോക്സ് ഇവരോട് ഭയങ്കര ദേഷ്യവും കലിപ്പൊക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തിനങ്ങനെ ദേഷ്യപ്പെടുന്നത്, എന്തിനങ്ങനെ കലിപ്പ് ചെയ്യുന്നത്? ഇതേ ആൾക്കാരൊക്കെ ദുബായ് രാജാവിൻ്റെയോ അല്ലെങ്കിൽ സൗദി രാജാവിൻ്റെയോ ഒക്കെ വീഡിയോ വരാൻ നേരത്ത് അതിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു വിഷ്വൽസ് വരാൻ നേരത്ത് നമ്മളാരൊക്കെ രാജഭരണം നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു വിഷ്വൽസ് വരാൻ നേരത്ത്, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ രാജാവിനെ പറയുന്നുണ്ട് രാജഭരണം നമ്മുടെ നാട്ടിലും വേണം, ഇവിടുത്തെ ശിക്ഷകളൊന്നും പോരാ, അവിടുത്തെ ശിക്ഷകളാണ് നമുക്ക് വേണ്ടത്, രാജഭരണം വേണം എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ ഡയലോഗ് അടിക്കുന്നതൊക്കെ ഇത് ഇരട്ടത്തപ്പല്ലേ. നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ നേരം നമ്മളെല്ലാം ജനാധിപത്യ നാട്ടിലൊക്കെയാണ് ജീവിക്കുന്നത്. ശരിയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ കമൻറ്റ് ബോക്സിൽ പോയിട്ട് തെറി വിളിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഈ കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു, ഇന്നുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അത് പൂർണ്ണ തോതിലൊന്നും നിന്നിട്ടുമില്ല. ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിലും ഉണ്ട് കേട്ടോ. ഹിന്ദു മതത്തിൽ മാത്രമല്ല എല്ലാ മതങ്ങളിലും കാസ്റ്റ് സിസ്റ്റം ഉണ്ട്. ചെറുവൻ വലുതവൻ എന്നുള്ള രീതിയിൽ ഇപ്പം ക്രിസ്ത്യൻസിൻ്റെ സഭകൾക്കിടയിൽ തന്നെ തൊട്ടുകൂടായ്മയും ബഹളവും കച്ചറ പരിപാടിയുണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ പല തരത്തിലുള്ള വിഭാഗങ്ങളുണ്ട്. ഇവർ സോഷ്യൽ മീഡിയയിൽ തന്നെ പല ആൾക്കാരും കിടന്ന് ബഹളം വെക്കുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇതൊക്കെ ഒരു കാസ്റ്റ്. പണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ അന്ന് സവർണൻ അവർണൻ എന്നൊക്കെ പറഞ്ഞ് അതൊരു കാസ്റ്റ് എന്നുള്ള രീതിയിൽ തൊട്ടുകൂടായ്മ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ തന്നെ ഇത് മാറിയിട്ട് ഇതിനകത്ത് വിഭാഗങ്ങൾ തമ്മിൽ അടിയാണ്. ഇത് ഒരു തൊട്ടുകൂടായ്മ തന്നെയാണ്. അപ്പോൾ എല്ലാ മതത്തിലുള്ളൊരു കലാപരിപാടിയാണ് ഇതൊക്കെ. പക്ഷെ അന്ന് ഈ മേൽജാതിപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കീഴ്ജാതി എന്നുള്ള രീതിയിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ കാലങ്ങൾ മാറി ജനാധിപത്യത്തിലേക്ക് മാറി വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ റിവേഴ്സ് കാസ്റ്റ് സിസ്റ്റം ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചില ആൾക്കാരെ ചിലർക്ക് കാണുന്നിട്ടൊക്കെ ചൊറിച്ചില്ല, വല്ല കാര്യമുണ്ടോ, ഒന്നുമില്ല, എന്നാലും എനിക്ക് അവനെ രണ്ടെണ്ണം പറയണം എന്നുള്ള രീതിയിലും ഉള്ളിൽ കിടക്കുന്ന മറ്റേ സാധനം ഇങ്ങനെ തെകിട്ട് പുറത്തേക്ക് വരുന്നു. അതൊരു ജാതി ചിന്തയല്ലേ, ഒരു കാര്യമില്ലാതെ. ഇല്ല, ഒരാളൊരു പൂണൂലിട്ടിരിക്കുന്ന ഒരു അമ്പലത്തിൽ പൂജാരിയാണ്, പക്ഷെ ഭയങ്കര ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്പൂതിരി എന്നാൽ പിന്നെ എനിക്ക് അവന് രണ്ട് പറയാം, അതും റിവേഴ്സ് കാസ്റ്റ് സിസ്റ്റമാണ് അല്ലേ. എന്തിൻ്റെ പേരിലാണ് ആക്ഷേപിക്കുന്നത്? ഇത് തന്നെ എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ റോയൽ ഫാമിലി ജനിച്ചു എന്നുള്ള പേരിൽ ആദിത്യവർമ്മൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ എന്നാൽ എനിക്ക് രണ്ടെണ്ണം പറഞ്ഞേക്കണം, എന്നാൽ അങ്ങ് ശരിയാക്കി കൊടുത്തേക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അത് തെറ്റല്ലേ? അങ്ങനെ എന്തിനാ നമ്മൾ ഈ നാട്ടിലൊരാളെ ആക്ഷേപിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നോക്കുക, മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവുണ്ട്, ഒരു തങ്ങൾ അല്ലേ, ഒരു മുസ്ലിം ലീഗിന് തങ്ങൾ ഫാമിലി ഉണ്ടല്ലോ. ആ ഫാമിലിക്ക് ഈ നാട്ടിൽ എന്തെല്ലാം തരത്തിലുള്ള റെസ്പെക്റ്റാണ് കിട്ടുന്നത്? എന്തുകൊണ്ടാണ്? ആ ഫാമിലിയിൽ ജനിച്ചത് കൊണ്ടല്ലേ അല്ലേ, അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യമുണ്ട്. ആ ഫാമിലിയിൽ ജനിച്ചത് കൊണ്ട് ചില ആൾക്കാർക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റാണ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഭക്തിയല്ലേ. അതിന് നമ്മൾ ഏതെല്ലാം രീതിയിൽ പറയണം. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ നോക്കും, പിണറായി വിജയൻ കേരളത്തിൻ്റെ CM അല്ലേ, ജനാധിപത്യ രീതിയിൽ നമ്മുടെ ദാസൻ എന്നൊക്കെ പറയാം അല്ലേ, ദാസനല്ല, അത് ദാസൻ തുറന്ന സേവകൻ, നമ്മുടെയൊക്കെ ജോലിക്കാരനല്ലേ. പക്ഷെ അങ്ങനെയാണോ? പിണറായി വിജയൻ്റെ അടുത്ത് പോയി കുനിഞ്ഞിരിക്കുന്ന ആൾക്കാരെ ഞാൻ ഇപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ. കുറച്ചുകൂടി മാറി പുള്ളിക്കാരൻ കണ്ണുരുട്ടാൻ നേരത്ത് പേടിച്ചിരിക്കുന്ന മലയാളികളെ പലപ്പോഴും നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടില്ലേ. പുള്ളിക്കാരൻ കാലിപ്പോടം മാറി നിൽക്കുക, അങ്ങോട്ട് കടക്കെ മാറങ്ങോട്ട്, എന്താ കുട്ടികൾ ചോദ്യം ചെയ്യാൻ മതി അതൊക്കെ മതി എന്നൊക്കെ പറയുന്ന മോഡേൺ രാജാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അല്ലേ. നമ്മൾ ജീവിക്കുന്നത് ഒരു റിയലായിട്ടുള്ള ജനാധിപത്യം നിലനിൽക്കുന്ന നാട്ടിലാണോ? ഒന്നുമല്ല. തെരഞ്ഞെടുപ്പിലാണ് നമ്മളിപ്പോഴും രാജാക്കന്മാരെയാണ് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്, കിരീടമില്ലെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? കൃത്യമായിട്ട് പറഞ്ഞല്ലേ ഞാനത്. ഈ നാട്ടിലിരുന്നുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ റിവേഴ്സ് കാസ്റ്റ് സിസ്റ്റം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർ ഇവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങ് കലിപ്പാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നമ്മുടെ രാജ്യത്ത് ഇന്നും റോയൽ ഫാമിലി പെടുന്ന ആൾക്കാർ അധികാരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പല സ്റ്റേറ്റുകളും ഉണ്ട്. ഇവരത് അധികാരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല. ആരുടെയും തോളത്ത് കയറുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർ ഭയങ്കര സിമ്പിളായിട്ട് ആൾക്കാരുടെ മുമ്പിൽ വരുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലാണ് പെരുമാറുക. ഞാൻ കൃത്യമായ രീതിയിൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്.
റോയൽ ഫാമിലി ആയതുകൊണ്ട് ഒരാളോട് ഒരു കിടക്ക് പുറത്ത് മാറി നിൽക്കുക അങ്ങോട്ട് എന്നൊന്നും നമ്മുടെ സ്റ്റേറ്റ് CM പറയുന്ന ഭാഷയിൽ പോലും അവർ സംസാരിക്കാറില്ല. പലപ്പോഴും ആദിത്യവർമ്മൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഒരിടത്ത് പോലും മോശമായ രീതിയിൽ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആൾക്കാർ വളരെ സിമ്പിളായിട്ടാണ് പുള്ളിക്കാരൻ സംസാരിച്ചുകൊണ്ട്. ഇന്നും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയാം, പുള്ളിക്കാരൻ അധികാരത്തിൻ്റെ ഭാഗമാകാം. കേന്ദ്ര ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണറാകാം ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ. ഇന്നും അവർക്ക് അതിനുള്ള സ്പേസ് ഉണ്ട്, വേണമെങ്കിൽ പറഞ്ഞാൽ പോരെ. പക്ഷെ അധികാരത്തിൻ്റെ ഭാഗമാകുന്നില്ലെന്ന്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമാകുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ഈ രാജ്യത്ത് തന്നെ കോൺഗ്രസിലും BJPയിലും ഉൾപ്പെടെ പല പാർട്ടികളും രാജകുടുംബാംഗങ്ങളായിട്ടുള്ള ആൾക്കാരെ കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും ആക്കി എടുത്തിട്ടുണ്ട്, 2 പാർട്ടിക്കാരും. അതുപോലെ ഏതെല്ലാം പാർട്ടിയിൽ അവർക്ക് ചേക്കേറി അധികാരത്തിൻ്റെ ഭാഗമായിരുന്നു ഇന്നും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഭരിക്കായിരുന്നു. ആരും ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല. ഗവർണർ നോമിനേറ്റ് പോസ്റ്റാണ്, എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഗവർണർ പദവിയാണ്. അല്ലെങ്കിൽ MPI വന്നൂടെ, രാജ്യസഭ ജസ്റ്റ് പറഞ്ഞാൽ പോരെ പാർട്ടി ജോയിൻ ചെയ്യാതെ. പക്ഷേ ഇപ്പോഴും അവർ അധികാരത്തിൻ്റെ ഭാഗമാകാതെ മുമ്പിൽ വരുന്ന ആൾക്കാർ വളരെ റെസ്പെക്റ്റോടെ വളരെ എളിമയോടെ സംസാരിക്കുകയാണ്. അവരോടൊക്കെ കമൻറ്റ് ബോക്സിൽ ചില ആൾക്കാർക്ക് ഭയങ്കര കലിപ്പാണ്, ബഹളമാണ്, കച്ചറയാണ്. അവരുടെ പേര് കേൾക്കാൻ നേരത്തെ ഇവിടെ ആൾക്കാർക്ക് ബഹളം വെക്കുന്നത്. പേര് അവരുടെ സമീപനം കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും അധികാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മളെ ദ്രോഹിക്കുന്നതുകൊണ്ടല്ല. അവരുടെ പേരിനൊപ്പമുള്ള വർമ്മ എന്നൊക്കെ കേൾക്കാൻ നേരത്തെ ആൾക്കാർക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ ആ പൊള്ളൽ റിവേഴ്സ് കാസ്റ്റ് സിസ്റ്റമാണ്. നിങ്ങൾക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ജാതി ചിന്തയുണ്ടല്ലോ, അപകർഷതാബോധമുണ്ട്, അത് പുറത്തേക്ക് വരുന്നതാണ്. അതിനങ്ങനെ വരുന്നത് അങ്ങനെ ഒരാളെ വെറുതെ പോയിട്ട് ആക്ഷേപിക്കാൻ നിങ്ങളാരാ? എന്തിൻ്റെ പേരില്ല? അവരവർ റോയൽ ഫാമിലി എന്നുള്ള രീതിയിൽ നമ്മുടെ രാജ്യം പണ്ട് ഭരിച്ചുകൊണ്ടിരുന്നവരെന്ന് പറയാം. ശരി, ഓരോ രാജ്യത്തും ഓരോ രാജാക്കന്മാരുണ്ടായിരുന്നു, ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നല്ലോ, ക്രൂരന്മാർ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളിപ്പോഴും പറയാറുണ്ട് കേരളം 100% ലിറ്ററസി സാർ എന്നൊക്കെ പറയുന്നത്. ഇത് കേരളം നമ്മുടെ ജനാധിപത്യം വന്നതിന് ശേഷം, കേരളം രൂപീകൃതമായതിനു ശേഷം മാത്രം വന്ന വിപ്ലവമൊന്നുമല്ല, ആണോ? അല്ല. ഇതിനു മുമ്പും ഈ റോയൽ ഫാമിലി പെടുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ റോഡ് ഗതാഗതമാണെന്നുണ്ടെങ്കിലും, ട്രാൻസ്പോർട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ മെഡിക്കൽ സൗകര്യങ്ങളാണെന്നുണ്ടെങ്കിലും, വിദ്യാഭ്യാസ സൗകര്യങ്ങളാണെന്നുണ്ടെങ്കിലും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. റോയൽ ഫാമിലി പെടുന്ന. അതുകൊണ്ടാണ് ആൾക്കാർക്ക് അവരോട് ചരിത്രപരമായി താല്പര്യം തോന്നുന്നത്. ലോകത്ത് പല രാജാക്കന്മാരുണ്ട്, ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, മതപരിവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരില്ലായിരുന്നു, കൊന്ന് തള്ളിക്കൊണ്ടിരുന്ന ആൾക്കാരില്ലായിരുന്നു, ഒരു നാടിൻ്റെ എല്ലാ സമ്പത്തും അടിച്ച് കൊണ്ടുപോകാൻ ടീമില്ലായിരുന്നു. ഇവരെന്താ ചെയ്തത്? പത്മനാഭദാസൻ എന്നുള്ള രീതിയിലല്ലേ അവർ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര സിമ്പിളായിട്ടല്ലേ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുമ്പിലേക്ക് നമ്മളെ തടയുന്ന രീതിയിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് അവർ പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് അവർ കടന്നു കയറാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. എവിടെയെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷേ എന്തുകൊണ്ടാണ് അവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഇത്രയും ആക്ഷേപിക്കുന്നത്? അതേസമയം ടിപ്പു സുൽത്താനെ പറ്റി ചോദിച്ചാൽ കേരളത്തിലെ ആൾക്കാർക്ക് ഭയങ്കര നാവാണ്, ബഹളമാണ്, ടിപ്പു സുൽത്താൻ വീരനാണ്. നേരെ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രാജഭരണമൊക്കെ പോയി കേട്ടോ, ഇത് ജനാധിപത്യമാണ് കേട്ടോ. 5 മിനിറ്റ് മുമ്പ് ടിപ്പു സുൽത്താനെ വാഴുതും, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗൾഫ് രാജ്യങ്ങളിലെ രാജാക്കന്മാരുടെ സ്റ്റാറ്റസ് ഇടുക, അവരുടെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ അല്ലയോ രാജാവേ എന്നുള്ള രീതിയിൽ ഡയലോഗ് അടിക്കുക. ഇതേ ടീം ഇവരെ കാണാൻ നേരത്തെ ഇത് ജനാധിപത്യമാണ് കേട്ടോ, അതങ്ങ് മറന്നേക്കരുത് കേട്ടോ എന്നുള്ള രീതിയിൽ. അവർ ജനാധിപത്യം അല്ലെന്നോ നമ്മുടെ നാട്ടിലേക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടോ? ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. ഞാൻ ശ്രദ്ധിക്കുന്നുള്ള കാര്യമാണ്. പക്ഷെ വെറുതെ ആൾക്കാർക്ക് ഭയങ്കര ചൊറിച്ചിലാണ്. നിങ്ങളങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കാര്യമില്ലാതെ കമൻറ്റ് ബോക്സിൽ ചൊറിയാൻ ഞാൻ കമൻറ്റ് കാണിക്കുന്നില്ല. കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഞാൻ നേരത്തെ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഇതൊന്നും ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യമില്ലാതെ വെറുതെ ഒരു സൈഡിൽ ഇരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ആക്ഷേപിക്കാതെ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര റെസ്പെക്റ്റോടല്ലേ ഒരു ആൾക്കാർ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കുന്നത്. അങ്ങനെ ഒരാളെ വെറുതെ ചൊറിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റിവേഴ്സ് കാസ്റ്റ് സിസ്റ്റവും, ഒന്ന് ടിപ്പുവിനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ടിപ്പു മഹാനാണ്, സൂപ്പറാണ്, അടിപൊളി രാജാവായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അത് ആ ഫാമിലിയിൽ പെട്ടതുകൊണ്ട് ഇവരെ ആക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല വ്യക്തിപരമായിട്ട്. അവർ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ കൂടാം, തെറ്റാണെന്ന് പറയാം ജനാധിപത്യ രീതിയിൽ. അതല്ലാതെ അവർക്ക് ഇന്ന് പലയിടത്തും അമ്പലങ്ങളിലുമൊക്കെ അവരെ ഗസ്റ്റായിട്ട് വിളിക്കുന്നുണ്ട്. കാരണം അവരുടെ റോയൽ ഫാമിലി പെടുന്ന ആൾക്കാരുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള തങ്ങളിനെ പല ആൾക്കാരും ക്ഷണിച്ചുകൊണ്ട് പോകുന്നത് ആ ഫാമിലി പെട്ടതുകൊണ്ടാണ്. അവിടെ പോകാമെങ്കിൽ ഇവർക്കും പോകാം, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സ്റ്റേറ്റിൻ്റെ CM-നേക്കാൾ മര്യാദയോടെയാണ്, പിണറായി വിജയനേക്കാൾ മര്യാദയോടെയാണ് പല മേഖലകളിൽ ഇവർ പെരുമാറുന്നതും സംസാരിക്കുന്നതും വീട്ടിൽ ചെല്ലുന്നവരോടും ഉള്ള പെരുമാറ്റവും. മനസ്സിലായില്ലേ? വ്യക്തമാണ്. ഇന്ന് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കിരീടമക്കാത്ത രാജാക്കന്മാരാണ്. കടക്ക് പുറത്തു നിന്നും മാറി നിൽക്കാൻ നോക്കുന്നു, ദേഷ്യം കാണിക്കുന്ന ആൾക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വെറുതെ ഈ
ഒരു ഫാമിലി ജനിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ജാതി, ഈ നാട്ടിൽ എവിടെ ജാതി ഇല്ലാത്ത, ഈ നാട്ടിൽ എവിടെ മതമില്ലാത്ത അന്ന് പറഞ്ഞല്ലോ. ഒരു ഇലക്ഷൻ വരുത്തുന്നേരത്ത് ഇവിടെ ജാതി മത സംഘടനകളുടെ വീടുകളിലെല്ലാം ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി കയറി ഇറങ്ങി നടക്കുകയല്ലേ. ഈ നാട്ടിൽ എവിടെ ജാതി ഇല്ലാത്ത? ഓരോ സമൂഹത്തിനും ഓരോ മതത്തിനും ജാതി സിസ്റ്റം ഉണ്ട്, അതിനകത്ത് സഭകളുണ്ട്, അതിനകത്ത് വിഭാഗങ്ങളുണ്ട്, ഇവർക്കെല്ലാം വോട്ട് ബാങ്ക് ഉണ്ട്, ഇവർക്കെല്ലാം പലതരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇതെല്ലാം ജാതി പറഞ്ഞു തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള നാട്ടിൽ ഇരുന്നുകൊണ്ട് ഇവരെ മാത്രം ചുമ്മാ ചെവിയടിക്കാൻ ചെല്ലേണ്ട ഒരു കാര്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു കാരണവശാലും മറക്കരുത്. ഒരു കമൻറ്റ് നിങ്ങൾ ഇടുക.